ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് അനുവിനെ മദ്രസയൊക്കെ അയച്ചു. അങ്ങനെ അടുക്കളയിൽ കയറിയപ്പോൾ വിചാരിച്ചു നന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ ഇന്നത്തെ രാവിലത്തെ എന്താ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്നിട്ട് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പയറൊക്കെ കഴുകി റെഡിയാക്കി അതിലേക്കുള്ള മസാലയൊക്കെ കട്ട് ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ചു. പിന്നെ ഉമ്മ അടുക്കളയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ ക്യാമറയിൽ പെടുമോ വിചാരിച്ച് ഇങ്ങനെ നടക്കണം. ഉമ്മ ഇടയിലൊക്കെ ഒന്നിട്ട് കയറി വന്നിക്കണു. പിന്നെ അങ്ങനെ കുക്കറിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ സെറ്റാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും കമൻ്റ് ആക്കാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞാനൊരു വാർത്ത യൂട്യൂബ് കയറിയപ്പോൾ കണ്ടിട്ടോ, ഒരു പെണ്ണ് ജീവനൊടുക്കി എന്നൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പെങ്ങന്മാരെയും മകളെ അങ്ങനെ സ്ഥാനത്ത് കെട്ടിച്ചു വിടുമ്പോൾ അല്ലേ ഓരോരോ വേർതിരിവ് പറഞ്ഞിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോകുന്നൂടെ അല്ലേ? എന്തിനാപ്പോൾ അവിടെ നിൽക്കണത്? നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കുക. അവിടെ പറ്റിയില്ല, നമുക്ക് പോരാ. എത്ര ചോയ്സ് ഉണ്ട്, ഡിവോഴ്സ് ഉണ്ട്, തൊലാക്ക് ചെയ്യുക. നമുക്ക് പെണ്ണുങ്ങൾക്കും തൊലാക്ക് ചെയ്യാനുള്ളൊരിത് ഇസ്ലാമിലില്ലേ അല്ലേ? പറയുമ്പോൾ എളുപ്പാട്ടോ, പക്ഷേ ആ സമയത്ത് നമുക്ക് സങ്കടനേക്കാരം. പക്ഷെ കണ്ടപ്പോൾ ഒരു ഇടങ്ങേറി. എന്താ കുട്ടിക്ക് നല്ല ശീലമുള്ളൊരു കുട്ടിയില്ലേ, കറുത്തതാണെന്ന് പറയാനൊക്കെ എന്താ പൈലുള്ളത്? അതിനേക്കാൾ കറുത്തല്ല വേറെയുള്ള എത്ര പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മനസ്സാണ്, മനസ്സിൻ്റെ പൊരുത്തപ്പെടലല്ലേ. എന്തായാലും അടുക്കളയിൽ ജീവിക്കണ ഓരോ പെണ്ണുങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. പിന്നെ എന്താ സങ്കടമായിരിക്കും അല്ലേ? ഇതൊക്കെ ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചിട്ടോ. കണ്ടപ്പോൾ ഒരു പാവം തോന്നി. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി സെറ്റാക്കി അങ്ങനെ ഉപ്പാനോട് ഒരു തേങ്ങ പൊളിച്ചു തരാൻ പറഞ്ഞു. ഇപ്പോൾ പകുതി പൊളിച്ചെന്നു, പകുതി ബാക്കി എന്നിട്ട് പൊളിച്ചിട്ടോ. ഉപ്പാക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഉപ്പാക്ക് വെയ്യ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെറിയൊരു തേങ്ങ, അത് ചിരവാനേ പറ്റണില്ല, അങ്ങനെ ഇതൊരു തേങ്ങ കിട്ടും. പിന്നെ ചട്ടി അടുപ്പിച്ച് അത് വറുത്തരക്കാമെന്ന് വിചാരിച്ച കറിയിൽ കേട്ടോ. ഇവിടെ എല്ലാവർക്കും വറുത്തരച്ച കറിയാണ് ഇഷ്ടം രാവിലെ. ചിലപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ അങ്ങനെ അരച്ച് പാരും. അങ്ങനെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തു. ഈ അടുപ്പ് കത്തിക്കാൻ നല്ല പാടല്ലേ. ഞാൻ എന്താ പറയുക, സാധാ അടുപ്പ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പുറത്താണ് കത്തിച്ചിരുന്നു കേട്ടോ. ഒരടുപ്പായി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരുന്നു. മഴയാണെങ്കിൽ എല്ലാ വെള്ളം അതിലാണ്. അങ്ങനെ സാധാ അടുപ്പ് മതി പറഞ്ഞതാണ്. പക്ഷേ എല്ലാവർക്കും താല്പര്യം ഈ അടുപ്പിനോടായതുകൊണ്ട് ഇതന്നെ വെച്ചപ്പോൾ ഇതൊക്കെ ഒരുപാട് വിറക് വേണം. അങ്ങനെ കത്തിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ കറി വാങ്ങി അതിലേക്ക് തേങ്ങ അരച്ച് പാർന്നിട്ടില്ല കേട്ടോ. തേങ്ങ അരച്ച് പാരണം. ഇന്നിൻ്റെ കറി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ഇപ്പോൾ കറി കൂട്ടാത്തപ്പൊക്കെ ഭയങ്കര കറി കൂട്ടലായിരുന്നു. കാരണം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കിയതാണ്. ഇപ്പോൾ ഒരാൾക്ക് നേരെ കറി ഉണ്ടാക്കാൻ വയ്ക്കില്ലേന്ന്. അതിന് കുട്ടിക്ക് ചായയും കടിയും വെച്ച് കൊടുത്തു. അവൻ കഴിക്കണുണ്ടോ? ഒരു പൊട്ട് മാത്രമേ പറ്റുള്ളൂ. വലിയ പൊട്ടൊക്കെ കഴിക്കാണ്ടപ്പോൾ എല്ലാം കഴിക്കും വിചാരിച്ചു. പിന്നെ ഒരു 10 മണിയായപ്പോൾ